അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് മറ്റൊരു സുപ്രധാന വാർത്ത പുറത്തുവരികയാണ്. തായ്വാനിൽ വൻ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 6.1 തീവ്രത രേഖപ്പെടുത്തിയിരിക്കുകയാണ്. തീരദേശ കൗണ്ടിയായ ടൈറ്റൂങ്ങിലാണ് ഈ ഭൂചലനം ഉണ്ടായത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും സാന്ദ്ര ഷാജി ചേർന്നുണ്ട്. സാന്ദ്ര, എന്താണ് നിലവിലെ സാഹചര്യം? വിഷ്ണു, തായ്വാനിൽ 6.1 രേഖപ്പെടുത്തിയ ഒരു ഭൂകമ്പം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ആളപായങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എങ്കിലും തായ്വാന്റെ തലസ്ഥാനമായ തായ്പേയിലടക്കം അവിടുത്തെ കെട്ടിടങ്ങളിലടക്കം പ്രകമ്പനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. തായ്വാൻ നേരത്തെ തന്നെയും ഭൂകമ്പ പ്രദേശമെന്ന് വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. 1999-ലും 2006-ലും അടക്കം വലിയ ഭൂകമ്പങ്ങൾ തായ്വാനിൽ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തായ്വാനിലെ ഭൂകമ്പം വളരെയധികം ശ്രദ്ധ കേടുന്ന വിഷയമായി മാറിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഭൂകമ്പത്തിൽ ആളപായങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ തന്നെയും തായ്വാന്റെ എല്ലാ പ്രദേശങ്ങളിലും അടക്കം അതിൻ്റെ പ്രകമ്പനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കെട്ടിടങ്ങളിലടക്കം വലിയ കുലുക്കം ഉണ്ടാവുകയും അതിൻ്റെ അടക്കം ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. സാന്ദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ നേരത്തെയും ഇവിടെ സമാനമായ രീതിയിൽ ഭൂചലനങ്ങളൊക്കെ തന്നെയും ഉണ്ടായിട്ടുള്ളതാണ്. അതിൻ്റെയൊക്കെ ഒരു സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഭൂചലനം ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും തുടർ ചലനങ്ങൾ ഉണ്ടാവുക എന്നുള്ളൊരു സ്വാഭാവികമായിട്ടുള്ളൊരു രീതി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതിഭാസമായിരുന്നു മുമ്പൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെയെങ്കിൽ ഇനിയും വരുന്ന മണിക്കൂറുകൾ ഏറെ നിർണായകം തന്നെയില്ല. പ്രത്യേകിച്ചും ഈ അപകട സാധ്യതാ മേഖലകൾ ഉണ്ടെങ്കിൽ അവിടെ നിന്നും ആളുകളെ മാറ്റി പാർപ്പിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്കൊക്കെ തന്നെയും ഇപ്പോൾ അധികൃതർ കടന്നിട്ടുണ്ട് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? തീർച്ചയായും വിഷ്ണു, 2024-ലാണ് അവസാനമായി തായ്വാനിൽ ഒരു ഭൂചലനം ഉണ്ടായത്. ആ ഭൂചലനം തുടർ ഭൂചലനങ്ങൾ, ഒന്നിലധികം ഭൂചലനങ്ങൾ ഉണ്ടാകുകയും 74ഓളം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭൂചലനത്തെ തികച്ചും ശ്രദ്ധയോട് കൂടി തന്നെയാണ് തായ്വാനിലെ ഗവൺമെൻറ് നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനും വേണ്ട സുരക്ഷാ മുൻകരുതൽ എടുക്കാൻ തന്നെ ഗവൺമെൻറ് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് തന്നെയാണ് പ്രാദേശിക മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാന്ദ്ര, ഒപ്പം എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഒരു പ്രഭവ കേന്ദ്രം സംബന്ധിച്ചാണ്. അത് കൃത്യമായി പറയുന്നത് ഈ ഒരു മേഖല തന്നെയാണോ, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രഭവ കേന്ദ്രം സംബന്ധിച്ച് കൃത്യമായൊരു സ്ഥിരീകരണം പുറത്തു വരുന്നുണ്ടോ? നമുക്കറിയാം ഈ ഒരു 6.1 എന്ന് പറയുന്നത് അത് ഇത്തിരി വലുതാണ് അതിൻ്റെ ഒരു പ്രഭാവം എന്ന് പറയുന്നത്. എന്നിരുന്നാൽ കൂടിയും തുടർ ചലനങ്ങൾ കൂടി നിലനിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു പ്രഭവ കേന്ദ്രം സംബന്ധിച്ച് എന്താണ് അറിയാൻ സാധിക്കുന്നത്? വിഷ്ണു, പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് തായ്വാനിലെ തെക്ക് കിഴക്കൻ തീരദേശ കൗണ്ടിയായ ടൈറ്റുങ് ആണെന്നാണ് വിവരം വരുന്നത്. ഭൂമിയുടെ അകക്കാമ്പിലേക്ക് 11.9 കിലോമീറ്റർ ആഴത്തിലാണ് പ്രഭവ കേന്ദ്രം ഇപ്പോൾ നിലനിൽക്കുന്നത്. അത് മാത്രമല്ല ചുറ്റുമുള്ള പല പ്രദേശങ്ങളിലും വിവിധ കിലോമീറ്റർ ആഴത്തിലാണ് അതിൻ്റെ പ്രകമ്പനം ഉണ്ടായിരിക്കുന്നത്. ചിലയിടങ്ങളിൽ 7.6 ഭൂമിയുടെ അകക്കാമ്പിലേക്ക് 7.6 കിലോമീറ്റർ ആഴത്തിലും, ചില സ്ഥലങ്ങളിൽ 4.6 തുടങ്ങിയ വിവിധ രീതിയിലാണ് അതിൻ്റെ പ്രകമ്പനങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തായ്വാനിൽ വൻ ഭൂചലനം ഉണ്ടായിരിക്കുകയാണ്. റിക്ടർ സ്കെയിലിൽ 6.1 തീവ്രതയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആളപായം ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും മറ്റ് നടപടികൾ അവിടെ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും സാന്ദ്രയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.